വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ദൂരം നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ മഹാനായ ഷെയ്ഖ് വലിയുള്ളാഹി തങ്ങളെ പേരിൽ കഴിച്ചു വരുന്ന ഉറൂസിൻ്റെ ഈ മഹത്തായ മജ്‌ലിസിൽ വന്നിരിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലതുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട സ്റ്റേജിൽ ഉപവിഷ്ടരായ ഞങ്ങളെ എല്ലാമായ പാത്തൂർ ഉസ്താദ് അവറുകളെ, അതുപോലെ നമ്മളെ ഈ സ്റ്റേജിയെ ധന്യമാക്കിയ എല്ലാ ഉലമാക്കളെ, കൂടെ ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ട ഖൈറുൽ ഉമമി എന്ന് പേര് നൽകേണ്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു സ്വാലിയായ അമലായ നിലക്ക് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളെ ഇരുത്തി വല്ലതും പറയുമ്പോൾ എനിക്ക് വളരെ ബേജാറുണ്ട്. കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നത് ഉസ്താദ് അവറുകൾ പൊരുത്തപ്പെടണമെന്ന് ആദ്യമായി പറഞ്ഞ് ഉസ്താദിനോട് പൊരുത്തം ചോദിച്ചു. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഒരു 5 മിനിറ്റ് സ്വാഗതം പറഞ്ഞ് ഞാൻ നിർത്താം. സഹോദരങ്ങളെ, ഈ കാണുന്ന മഹത്തായ പള്ളിയും നമ്മൾ ഇതെല്ലാം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾക്കുള്ള പിതാവ് ഞങ്ങൾക്കെല്ലാം തന്ന ഒരു സമ്മാനമാണ് സഹോദരങ്ങളെ. ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഇതിൻ്റെയൊക്കെ കാരണം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾക്കുള്ള പിതാവാണ്. ആ പേര് പറയാൻ ഈ സമയത്ത് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ നാട്ടിലേക്ക് വന്ന്, അതേപോലെ ബാദപ്പുണി, പാത്തൂർ, ഇങ്ങനെല്ലാം ഒരു റോഡില്ലാത്ത കാലത്ത് മുടിപ്പിൽ നിന്ന് നടന്നു വന്ന് നമ്മളെ നാട്ടിൽ ഈ കാണുന്ന സ്ഥാപനകൾ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തന്നത് ബഹുമാനപ്പെട്ടവർക്കുള്ള പിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. മഹാനവറുകൾ ഈ നാട്ടിൽ വരികയും ഇവിടെ പണ്ട് കാലത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. ഹനഫി മദ്ഹബുകാരുടെ പള്ളിയായിരുന്നു. അങ്ങനെ ആ പള്ളി എല്ലാം ഖറാബായി, അത് പൊളിഞ്ഞ് അതിൻ്റെ ഒരു ബാധൽ മാത്രമാണ് ഞങ്ങളെ ബാപ്പാമാരെ കാലത്ത് കാണാൻ സാധിച്ചത്. ഒരു തറ, പള്ളിൻ്റെ തറ, പിന്നെ ഒരു റാത്തീബ് കൊട്ടലു, പിന്നെ എന്തോ അവർ ഇങ്ങനെ ഒരു അലാദിൻ്റെ കുണ്ട ഇങ്ങനെ പറയുന്ന ഒരു ആചാരം അന്ന് അവർക്കുണ്ടായിരുന്നു. അത് ഈ കിണർ കുഴിച്ച സ്ഥലമാണ്. ഏതുമാകട്ടെ സഹോദരങ്ങളെ, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല.
ഈ പള്ളിൻ്റെ മുറ്റത്ത് പരിസരത്ത് വീടുകളുമില്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിൻ്റെ പിതാവ് അവറുകൾ വരികയും ഇവിടെ സിയാറത്ത് ചെയ്യുകയും, മക്ബറ പണ്ടേ ഉള്ളതാണ്, മക്ബറ പണ്ടേ ഉണ്ട്. ചക്കര കഞ്ഞി വെച്ചിട്ട് ഞങ്ങളെ ഉപ്പാമ്മോറെല്ലാം ചൊല്ലിക്കൊണ്ടായി, നേർച്ച വെച്ചിട്ട് ചക്കര കഞ്ഞി വെച്ചിട്ട് ഒരു യാസീന് ഓതിയിട്ട് ഇങ്ങനെല്ലാം പണ്ടേ പതിവുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, അധികം നീട്ടുന്നില്ല, നീണ്ടുപോകും, ക്ഷമിക്കണം ഉസ്താദ് അവറുകൾ. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ഈ കാണുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കാരണക്കാരൻ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പിതാവ് അവറുകളാണ്. ഞങ്ങൾ ആ ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലത്തെല്ലാം എല്ലാ ഉറുസത്തിലും നമ്മളെ നാട്ടിലേക്ക് വരികയും നല്ല നസീഹത്തുകൾ നമ്മൾക്ക് പറഞ്ഞു തരികയും അവസാനം വരാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ എൻ്റെ അനിയൻ അബ്ദുറഹ്മാൻ അജവറുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കളുണ്ട്, നിങ്ങൾ അവരെ വിളിച്ചോ എന്ന് ഞങ്ങളോട് പറയുകയും ഞങ്ങളെ ബാപ്പാമാരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നുമില്ലാത്ത കാലത്ത്, ഈ പള്ളിൻ്റെ പരിസരത്തിൽ ഒരു വീടുകളില്ലാത്ത കാലത്ത് ബഹുമാനപ്പെട്ടവர்கள் വന്ന് ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കണം. പള്ളി ഉണ്ട്, അത് ഹറാബായി പോയിരിക്കുന്നൊരു തറയെല്ലാം ഉള്ള സന്ദർഭത്തിൽ ഒരു പള്ളി സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം. ആ മഹാന്മാരുടെ ഇഹ്തിയാത്തൊന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ്? ചെറിയ ഒരു പള്ളി കെട്ടാൻ, മക്ബറ ഉള്ള സ്ഥലത്ത് ഒരു നിസ്കാരത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ചെറിയ ഒരു പള്ളി ഇവിടെ കെട്ടി ഉണ്ടാക്കാൻ വേണ്ടി 4 നമ്മൾ അന്ന് പള്ളി, ഒന്ന് പാത്തൂർ പള്ളി, പിന്നൊന്ന് ബാദപ്പുണി, പിന്നൊന്ന് അർക്കാണ, പിന്നൊന്ന് കുക്കാജ. ഈ പരിസരത്തിൽ 3 പള്ളി, എത്രയോ 10 കിലോമീറ്റർ ദൂരത്തിലുള്ള പള്ളികളാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിൻ്റെ പിതാവ് അവറുകൾ 4 ജമാഅത്തിലേക്കും കത്തെഴുതുന്നു. കാരണം ബഹുമാനപ്പെട്ടവർക്കാണ് നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ നേതൃത്വം. അത് കുക്കാജയാകട്ടെ, പാത്തൂറാകട്ടെ. നമ്മൾ ചെറുപ്പത്തിൽ ഞങ്ങളെ ഉമ്മാമാർ തട്ടിക്കൊണ്ട് പാത്തൂറിലേക്ക് വാതിന് പോയിന്. കാരണം അന്നും ബഹുമാനപ്പെട്ടവർക്കുള്ള പിതാവിൻ്റെ എപ്പോഴും അവിടെ പാത്തൂർക്കും ഞങ്ങൾ പോയിക്കൊണ്ടായി. കാരണം ഈ ജമാഅത്തിൽപ്പെട്ടവർ കുറച്ച് പേര് ബാദപ്പുണി, പാത്തൂർ ഇങ്ങനെയാണ് അന്ന് ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് ചെറിയ ഒരു പള്ളി കെട്ടാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിക്കാൻ വേണ്ടി 4 പള്ളിയിലേക്ക് ലെറ്റർ എഴുതുന്നു. അവിടുത്തെ നേതാക്കളെ വിളിച്ച് അവരെ സമ്മതത്തോടുകൂടെ ചെറിയ ഒരു പള്ളി ഉണ്ടാക്കാൻ, ഇവിടെ ഒരു വീടുകളൊന്നുമില്ല, ഒരു ജുമാ നിർത്താൻ ഒരു എണ്ണപ്പെട്ട 4 ആള് ഇല്ലാത്ത സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ. നടന്നു വന്ന് റോഡ് ഇല്ലാത്ത കാലമാണ്. മുടിപ്പ് നടന്നു വരുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ വന്നിട്ട് അങ്ങനെ അവിടെ ഉണ്ടാക്കുകയും ചെറിയ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി, ഇവിടെ പണക്കാരില്ല, സാമ്പത്തികമായിട്ട് കഴിവുള്ളവരില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ, ഞാൻ ആളാളത്ത് എൻ്റെ വാഴതുകൊണ്ടു അവിടെയൊക്കെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പിരിപ്പിച്ച് തരാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ബഹുമാനപ്പെട്ട ഞങ്ങളെ മരിച്ചുപോയ പീടിൻ്റെ ഉപ്പാപ്പ അങ്ങനെ ഉള്ളാളത്ത് പോയിട്ട് അങ്ങനെ എന്തോ ഒരു ഓടു, ആ പള്ളി ചെറിയ ഒരു പള്ളിയാണ്, 10-18 ആൾ. ഈ പള്ളിയല്ല, ഇതിൻ്റെ മുമ്പത്തെ പള്ളിയല്ല, അതിൻ്റെ മുമ്പത്തെ പള്ളിയാണ് കെട്ടാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പൈസ എല്ലാം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ചെറിയ ഒരു പള്ളി ചുരുക്കുന്നു, ചെറിയ ഒരു നിസ്കാര പള്ളി നിർമ്മിച്ചിട്ട് അങ്ങനെ അതിൽക്കൊരു ചെറിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി ആക്കുന്ന 4-5 ആളുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മളെ മർഹൂം അന്നത്തെ ബാദപ്പുണി ഖതീബായ മമ്മുഞ്ഞി ഹാജി മാച്ചാറ് ഒരു ഉള്ളായി തങ്ങൾക്കുള്ള മകനാണ്. അന്നത്തെ ബാദപ്പുണി ഖതീബാണ്. അദ്ദേഹത്തിനേക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുകയും എൻ്റെ ബാപ്പ അവറുകളെ അന്ന് ആ നിസ്കാരപ്പള്ളിൻ്റെ ഒരു സെക്രട്ടറി ആക്കുകയും, അതേപോലെ സൂഫിയാക്കൻ്റെ ബാപ്പ അദ്ദേഹത്തെ, ഞാൻ പേര് പറയുന്നില്ല, ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഖജാൻജാക്കുകയും, പിന്നെ 1, 2, 3 പേരാണ് അന്നത്തെ ചെറുപ്പക്കാർ. അങ്ങനെ ഞങ്ങൾ ഇബ്രാഹിച്ച സൂഫിയാക്ക ഓരെല്ലാം കൂട്ടിയിട്ട് ചെറിയ ഒരു കമ്മ്യൂണിറ്റിയാക്കി സഹോദരങ്ങളെ. അങ്ങനെ
ഇത് ബാധപ്പുണി പള്ളിക്ക് വിട്ടുകൊടുത്തു. കാരണം ആ 4-5 വീടുകളും ബാധപ്പുണിയിൽ പെട്ടതാണ്. അപ്പോൾ ബാധപ്പുണി അന്ന് ചെറിയ ഒരു മദ്രസ ഉണ്ടാക്കിയും അവിടുന്ന് ഒരു കൊല്ലക്കാലം അവർ മദ്രസ നടത്തുകയും അങ്ങനെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കുള്ള ആ പരിശ്രമം കൊണ്ടു ഈ നിലക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പിന്നെ 1-2 വർഷം കഴിഞ്ഞ് ഒരു ഉറൂസ് തുടങ്ങണമെന്ന് ബഹുമാനപ്പെട്ടവർ അത് തുടങ്ങുകയും അത് തുടങ്ങിത്തരുകയും അങ്ങനെ വഫാത്താകുന്നത് വരെ എല്ലാ വർഷം വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ശൈഖുനാൻ്റെ അനിയൻ അബ്ദുറഹ്മാൻ ഹാജി, പിന്നെ ബഹുമാനപ്പെട്ട മക്കൾ ഉസ്താദ് അവറുകൾ, അതേപോലെ കുറേ കാലം ഉസ്താദ് പിന്നെ കൂടുന്നു തലപ്പാടിലേക്ക് വല്ല വന്നോണ്ടായി പിന്നെ മൊഗറാൾക്ക് പോയി. അത് പിന്നെ ഓരെല്ലാം പണ്ടെല്ലാം മിത്തബയിൽ ബീസൂറിലാണ് ഉസ്താദിൻ്റെ, ഞാനും മിത്തബയിൽ ഓതിക്കൊണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എൻ്റെ ഉസ്താദ് അല്ലെങ്കിലും ഒരു ഉസ്താദ് എന്ന നിലക്ക് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അബ്ദുൽ ഖാദിർ ഹാജി കൂർനടുക്കത്തായി അവിടുന്ന് കുറേ വർഷങ്ങളുടെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബഹുമാനപ്പെട്ടവർ അങ്ങനെ കുറേ കാലം വന്ന് ഇപ്പോൾ പിന്നെ അബ്ദുൽ ഖാദിർ ഹാജി എന്തായി, ബാംഗ്ലൂർ ശിവാജി നഗറിലായപ്പോൾ ഇവിടെ പിന്നെ ദൂരമായി. അങ്ങനെ അതിൻ്റെ ശേഷം അബ്ദുറഹ്മാൻ ഹാജി വഫാത്തായി. പിന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഷെയ്ഖുന വ സയ്യിദുന മുർഷിദുന തങ്ങളവറുകൾ എല്ലാ ഉറുസത്തോളം വരികയും അങ്ങനെ ചുരുക്കത്തിൽ സഹോദരങ്ങളെ ഇന്ന് ഈ കാണുന്ന ഉസ്താദ് ഈ മുടിപ്പൊന്ന് നടന്നു വന്നിട്ട് നമുക്ക് വഅ്ള് നസീഹത്ത് പറഞ്ഞു തന്ന ഉസ്താദാണ്. അതുകൊണ്ട് ഈ ഉസ്താദിനോടും ആ കുടുംബത്തിനോടും ഞങ്ങൾക്ക് വളരെ കടപ്പാടുകളുണ്ട് എന്ന് മാത്രം ഉണർത്തി സഹോദരങ്ങളെ, അങ്ങനെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലായ ഒരു സ്വാലിഹായ ഇഖ്ലാസുള്ള ഒരു അമലായ നിലക്ക് അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും ഉസാനെടുത്ത് പറയാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ടവർ സുഖമില്ല, നമ്മളെ ഒരു ചെറിയ ക്ഷണം സ്വീകരിച്ചു വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞില്ല, മൂളൂർ എനിക്കറിയാം. അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്തു വരുമ്പോൾ വളരെ സന്തോഷമുണ്ടായി. കുറേ കാലമായി അവിടുത്തെ മുഖം കാണാതെ. അങ്ങനെ ഞാൻ കണ്ടിനി മൊണ്ടപതാവലി ഒരു മംഗലത്തിന് വന്നപ്പോൾ ഞാൻ കൈ പിടിച്ച് മുത്തിനി. എൻ്റെ പരിചയം ഉസ്താദിന് ഇല്ലെങ്കിലും അങ്ങനെ കുറേ കാലം നമ്മളെ നാട്ടിലേക്ക് വന്നില്ല. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അവിടുത്തെ സിയാറത്തിൽ കൂടാൻ അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. അങ്ങനെ ഒരുപാട് കാലം അവരുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഈ ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി, അതേപോലെ ഈ ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു ആയുരാരോഗ്യം ദീനിൻ്റെ ഖിദ്മത്തിലായി ഇനി കുറേ കാലം ദീൻ ഇസ്ലാമിന് വേണ്ടി തണൽ നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾക്ക് ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ പാത്തൂർ ഉസ്താദ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ആ ജുമ തുടങ്ങിയ മുതൽക്ക് അന്ന് ഞമ്മക്കൊരു ഉസ്താദ്, കാരണം കറണ്ടില്ല, ഒരു സൗകര്യവുമില്ലാത്ത ആ സമയത്ത് നമുക്ക് സഡന് ഒരു ഖതീബ് പോയെങ്കിൽ ഞമ്മ പായൽ പാത്തൂർക്കാണ്. അന്ന് വലിയ ഒരു ദർസ് ഉണ്ടായ ഒരു സ്ഥലമാണല്ലോ പാത്തൂർ. അപ്പോൾ അവിടുന്ന് ഉസ്താദ് നമുക്ക് സഡന് ഉസ്താദിനെ അയച്ചു തരും. ആ നിലക്ക് വലിയ ഒരു ബന്ധമുണ്ടായ നമ്മളെ പാത്തൂർ ഉസ്താദ് അവറുകളും എനിക്ക് സുഖമില്ല, എനിക്ക് വഅ്ള് പറയാൻ സാധിക്കൂല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ നാളായി ഞാൻ അവസാനം നോക്കുന്നത് കാണുന്നേ ഇല്ല. അങ്ങനെ പാത്തൂരിൽ ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കണ്ടുകൊണ്ടായി. അങ്ങനെ ഏതായിരുന്നാലും അങ്ങനെ നമ്മളെ ഒരു ചെറിയ ഒരു ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് സുഖമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരെ ഹക്ക് ജാവ് വർക്കത്ത് കൊണ്ട്, എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹ്യങ്ങൾക്കുള്ള ഹക്ക് ജാവ് കൊണ്ട് അള്ളാഹു ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം നൽകട്ടെ എന്ന ദുവയോടുകൂടെ ബഹുമാനപ്പെട്ട ഫാത്തൂർ ഉസ്താദ് അവറുകൾക്ക് ഈ ജമാഅത്തിന് വേണ്ടിയും ഈ സ്വാഗത ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ഇന്ന് മുഖ്യ പ്രഭാഷണം നമ്മൾക്ക് നടത്തി തരുന്ന ബഹുമാനപ്പെട്ട അഷ്റഫുർ റഹ്മാനി ഉസ്താദ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മുഖ്യ പ്രഭാഷണം നടത്തി തരുന്ന ബഹുമാനപ്പെട്ട അവറുകൾക്കും നല്ല പ്രസംഗികനാണ്. എല്ലാവരും ആ പ്രസംഗം കഴിഞ്ഞ് ഇവിടുന്ന് പിരിയാൻ പറ്റും. ബഹുമാനപ്പെട്ടവർക്ക് അതേ ഈ ജമാഅത്തിന് വേണ്ടി ഈ ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി അള്ളാഹുവിനും കുറേ കാലം
ദീൻ ഇസ്ലാമിൻ്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതേപോലെ നമ്മളെ ഖതീബ് ഉസ്താദ്, നമ്മളെ സദർ ഉസ്താദ്, നമ്മളെ മുഅല്ലിം ഉസ്താദ്, മറ്റു നമ്മളെ ഉറൂസ് കമ്മിറ്റിൻ്റെ ചെയർമാൻ മുഹമ്മദ് മുസ്ലിയാർ, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, സിദ്ദീഖ് സഖാഫി ഉസ്താദ്, മറ്റുള്ള ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനുകളായ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ഈ ജമാഅത്തിന് വേണ്ടി, ഈ ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം അറിയിച്ചു. തൽക്കാലം എൻ്റെ സ്വാഗതം നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله العلي العظيم. المرء مع من أحب. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ, ഞാൻ വളരെ കൂടുതൽ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി, പ്രഗൽഭ പണ്ഡിതനും പല സ്ഥലങ്ങളിലും കുറേ കാലം ദർസ് നടത്തുകയും ദീനീ ഖിദ്മത്ത് അതുപോലെ ഖാദിയായി പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി, അതുപോലെ ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട അഷ്റഫ് റഹ്മാനി, അതുപോലെ ഇവിടുത്തെ ഖതീബ് ഉസ്താദ്, മറ്റുള്ള ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, നാം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് കേട്ടതുപോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായ ഔലിയാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ് നേർച്ച, അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്, ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹത്തുക്കളായ ഔലിയാക്കളുടെ അർവാഹുകളൊക്കെ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ വച്ച് നാം ഇരിക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ പുണ്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുന്ന മഹത്തുക്കളായ ഔലിയാക്കളും മശായിഖുകളൊക്കെ സന്തോഷിക്കുന്ന വളരെ മഹത്വമുള്ള ഇൽമിൻ്റെ മജ്ലിസായതിനോടുകൂടി ഔലിയാക്കന്മാരുടെ, മഹത്തുക്കളായ മശായിഖന്മാരുടെ, ഔലിയാക്കന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയും കൂടിയാകുമ്പോൾ അതിന് വളരെ മെച്ചമുണ്ട്. ഇൽമിൻ്റെ സദസ്സായതിൻ്റെ പുറമെ മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ അർവാഹികൾ, അതുപോലെ അവർ സന്തോഷിക്കുന്ന വളരെ മഹത്വമുള്ള മജ്ലിസാണ്, സദസ്സാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്ന, മഹത്തുക്കളായ മശായിഖുകൾ സന്തോഷിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന സാലിഹായ അമലുകളിൽ പെടുത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്തുക്കളായ മശായിഖുമാരുടെ, ഔലിയാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായ മഹാനായ വലി, അതുപോലെ പലരും മഹത്തുക്കളായ ഔലിയാക്കന്മാർ. കാരണം സ്വാഗതപ്രസംഗം കേട്ടതുപോലെ കുറേ മുമ്പ് തന്നെ ഇവിടെ പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പഴയ കാലത്തിൽ ഇവിടെ പള്ളി ഉണ്ടായിരുന്നുവെന്നും ഞാനും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹനഫികളായിരുന്നു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മതവിശ്വാസ ഹനഫികളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നതെന്നും അവരുടെ പള്ളിയാണ് എന്നും മനസ്സിലാക്കുമ്പോൾ
നമുക്ക് അറിയുന്നത് ഇവിടെ മഹത്തുക്കളായ ആളുകൾ, സാലിഹീങ്ങൾ മരണപ്പെടുകയും പല മശായിഖന്മാരും പലരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാഗതപ്രസം കേട്ടില്ല. പള്ളി ഉണ്ടായിരുന്നില്ല, മദ്രസ ഉണ്ടായിരുന്നില്ല. മഹാനായ ബഹുമാൻ അബൂബക്കർ ഹാജി അവരുടെ വാപ്പ മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിലൊക്കെ ഇവിടെയുള്ള ഭാര്യക്കാർക്ക് അറിയില്ലെങ്കിലും 20 വയസ്സിൻ്റെ മുകളിലുള്ള 25, അതുപോലെ ഭാര്യക്കാർ പൊടിച്ചവരെ പോലെയുള്ള മഹത്തുക്കളായ ആളുകൾ ഇവിടെയൊക്കെ പറഞ്ഞില്ല. അയാൾ മദനി, അവർക്കറിയാം ഈ ഭാഗത്തിലൊക്കെ ദീനി കാര്യങ്ങൾ പറയുകയും അതുപോലെ ദിവസങ്ങളോളം വാഴ്ത പറയുകയും ചെയ്യുന്ന വളരെ മഹത്വക്കളായ ആളുകൾ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങളവർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചുറ്റുഭാഗത്തിലൊക്കെ ബാദപ്പണി, അതുപോലെ കുക്കാജ്, പാത്തൂറിൽ ദിവസങ്ങളോളം ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ തുടർന്നുകൊണ്ട് വാദ പറയുന്ന സൂഫിയായിരുന്ന പല തരീക്കത്തുകളുടെയും ഇജാദത്ത് പ്രകാരം ദിക്ർ ചെല്ലുകയും ഇതിന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സൂഫിയായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങളവർ. അവരുടെ വന്നുകൊണ്ട് ആദ്യമായി അവരിവിടെ വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അവരുടെ അഭിപ്രായപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം, അവരുടെ നസീഹത്ത് പ്രകാരം ആളുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവർ ആദ്യമായി ഇവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ആദ്യത്തെ പള്ളിയല്ല, പിന്നത്തെ പള്ളി ഏതായിട്ടുമാകട്ടെ ബഹുമാനപ്പെട്ട നേതൃത്വത്തിലാണ് ഇങ്ങനെ ഇവിടെ പുരോഗമിക്കുകയും പുരോഗമിച്ചുകൊണ്ട് അതാ കുറച്ച് പറയുമ്പോൾ അങ്ങനെയാന്ന് വിചാരിച്ച പോലെ പറയാൻ വിഷമമുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, ഞാൻ വളരെ പ്രസംഗത്തിലേക്ക് അടക്കുന്നില്ല. മഹാനായ അബൂബക്കർ ഹാജിയുണ്ട്, അതുപോലെ പ്രഗത്ഭ പ്രാസംഗികൻ അഷ്റഫ് റഹ്മാനിയുണ്ട്. അദ്ദേഹത്തിന് കുറേ സമയം വേണ്ടി വരും. ഏകദേശം 10 മണിയാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിലേക്ക് കടക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ മശായിഖുകളുടെ ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും ദുനിയാവും ആഖിറവും അല്ലാഹു തആല സലാമത്താക്കി തരട്ടെ. അവരുടെ മഹത്വം കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കി ഈമാൻ അല്ലാഹു തആല സലാമത്താക്കി തരട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈമാനോട് ജീവിച്ചുകൊണ്ട് അവസാനം മരിക്കുമ്പോൾ കാമിലായ ഈമാനോട് കൂടി തൗഹീദിന്റെ കലിമത്ത് ചൊല്ലി സ്വർഗ്ഗം കണ്ട് തിരിച്ചു മരിക്കുന്ന സാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും പെടുത്തി തരട്ടെ. കാരണം സഹോദരങ്ങളെ, നാം ഈ ഔലിയാക്കന്മാരുടെ പേരിൽ ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ആരായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അള്ളാഹു സുബ്ഹാനഹു ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു റുതുബയാണ് വിലായത്ത് എന്ന് പറയുന്ന റുതുബ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മാദാൽ അബദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഫറദായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ശരീഅത്തിൽ ഇങ്ങനെ ദാഹിറു ശരീഅത്തിൽ വളരെ അമൽ ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയോട് അടുത്തടുത്തുകൊണ്ട് അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പൊരുത്തപ്പെടുകയും അള്ളാഹുവിൻ്റെ ആളായി മാറുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ശക്തി നൽകുന്നു. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെ മോചത്തെ പോലെ തന്നെ ഔലിയാക്കന്മാരുടെ കറാമത്ത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഔലിയാക്കന്മാർക്ക് നൽകിയ വലിയ റുതുബയാണ്, ഒരു മർത്തബയാണ്, ഒരു സ്ഥാനമാണ് വിലായത്ത് എന്ന് പറയുന്ന സ്ഥാനം. സഹോദരങ്ങൾ, അങ്ങനെ അള്ളാഹുവിൻ്റെ ആ അടുപ്പം സിദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവ്
അവരിൽ കൂടി നടപ്പിൽ വരുത്തുകയാണ്. നാം അവരോട് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിനോട് സഫാത്ത് ചെയ്തുകൊണ്ട്, അവർ ശുപാർശ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യം അവർക്ക് നമുക്ക് സാധിപ്പിച്ചു തരുന്നു എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സുന്നികളായി നമ്മൾ വിശ്വസിക്കുന്നത്. ആരും തന്നെ ഔലിയാക്കന്മാർക്ക് സ്വന്തം കഴിവുണ്ട്, അവരുടെ ശക്തി അവർക്ക് സ്വന്തം കഴിവുണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. നമ്മുടെ വിശ്വാസമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കഴിവാണ്. അല്ലാഹു തആല അവർക്ക് നൽകിയ ആ ശക്തിയും കഴിവും കറാമത്തും അവരിൽ കൂടി നാം കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്താണത് എന്നല്ലാതെ ഏത് വലിയ ഋതുബയിലുള്ള വലിയ സ്ഥാനത്തുള്ള വലിയാണെങ്കിലും മഹാനായ ഗൗസുൽ ആദം ശൈഖ് തങ്ങൾ ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധരായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പോലെയുള്ള മഹത്തുക്കളായ ഔലിയാക്കൾ നമുക്ക് വിശ്വസിക്കുന്നത് അവർക്കുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അള്ളാഹുവിൻ്റെ കഴിവാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വത്തിനും ശക്തിയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കഴിവാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് കബൂൽ ചെയ്ത് അവൻ്റെ ഇബാദത്തും താഅത്തുമായി നമ്മുടെ ആയുസ് അല്ലാഹു നീട്ടിത്തരട്ടെ. അല്ലാഹുവിൻ്റെ ഇബാദത്ത് നമ്മുടെ എല്ലാ ശരീരത്തിലുള്ള സർവ്വ രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫിയാക്കി ശരീരത്തിലേക്ക് പരിപൂർണ്ണ ആഫിയത്തിനെയും റാഹത്തിനെയും ദീർഘായുസിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം തരട്ടെ എന്ന് മാത്രം ഈ സമയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നിരക്കൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുമായ ഞങ്ങൾ ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ് ശരീക്കുമായ പാത്തൂർ ഉസ്താദുകളെ, മറ്റുള്ള മൈലാന്മാരെ എനിക്ക് പരിചയമില്ല. ഒരു ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരായ ഉലമാക്കളെ, മറ്റുള്ള ഈ സ്റ്റേജിൽ ഉപരിഷ്ഠരായ ഉലമാക്കളെ, മറ്റുള്ള എല്ലാവർക്കും അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട ഇവിടെ മറഞ്ഞു കിടക്കുന്ന അവർക്കുള്ള പേരിലാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അതിൻ്റെ ഉറൂസും അതുപോലെ തന്നെ ഒരു വഅദ് പരമ്പരയും നടക്കുന്ന ഒരു സദസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട വലിയ അവറുകൾക്കുള്ള മുന്നിൽ ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞങ്ങളുടെ ദുനിയായ കാര്യത്തിലും ഉഖ്റവിയായ കാര്യത്തിലും അള്ളാഹുവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാണ്ടിരിക്കുകയില്ല, അത് കിട്ടുകയും ചെയ്യും എന്നുള്ളത് നമ്മൾക്കുള്ള ഉറപ്പാണ്. കാരണം അതല്ല, നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിലും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ അവർക്ക് വജീനമില്ലാത്ത സമയത്ത് ആ കാലത്തുള്ള വജീനമല്ലാത്ത വജീനത്തിന് അല്ലാഹു എത്തിച്ചു കൊടുത്തു. ആ കാണുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ ആ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ പല പശവർണ്ണങ്ങളും ആ കാലത്തില്ലാത്ത പശവർണ്ണങ്ങളും കാണുവാൻ സാധിച്ചു. അപ്പോൾ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ അവരോട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, മിൻ അയ്ന ലക്കി ഹാദാ, ഇത് എവിടുന്നാണ് മറിയമ്മ നിനക്കിങ്ങനെ ഈ കാലത്ത് കിട്ടാത്ത വജീനങ്ങളൊക്കെയും കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട മറിയം ബീബിയോട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു. അപ്പോൾ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അത് എൻ്റെ റബ്ബിൻ്റെ പക്കൽ നിന്നിട്ടാണ്. അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിനിക്ക് മക്കളുണ്ടായിട്ടില്ല, മക്കളില്ലാത്ത ആളാണ് സക്കരിയ നബി. അവിടെ നിന്ന് വെച്ചിട്ട് ഹുനാലിക ദഅ സക്കരിയ, ആ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് അല്ലാഹു തആല ഖർഖുൽ ആദത്തായ നിലയ്ക്ക് വജീനത്തിന് കൊടുത്തത് ആയ റബ്ബ് എനിക്ക് കിടാവിനെ തരുമെന്നുള്ള ആശയോടുകൂടെ സക്കരിയ നബി അലൈഹിസ്സലാം ഹുനാലിക ദഅ സക്കരിയ, ആ സ്ഥലത്ത് വെച്ച് ആ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ സ്ഥലത്ത് വെച്ച് മൂപ്പര് ദ്വാരന്നു, ആര് പടച്ചവനെ എനിക്ക് കിടാവിനെ തരണം. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല കിടാവിനെ കൊടുക്കുകയും ചെയ്തു, യഹ്യാ നബി അലൈഹിസ്സലാമിന്. അപ്പം ഈ ഖുർആനിൻ്റെ ഈ പിൻബലത്തോടുകൂടെ, ഈ ഖുർആനിൻ്റെ ഈ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ കൂട്ടർ അവർക്കുള്ള മുന്നിൽ വെച്ചിട്ട് ദ്വാരത്തിട്ടുണ്ടെങ്കിൽ ആ ദ്വാനെ അല്ലാഹു തആല സ്വീകരിക്കും എന്നത് ഈ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾക്കുള്ള അടിസ്ഥാനത്തിലും നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്ന് മാത്രമല്ല, ഒരു കൂട്ടുപ്രാർത്ഥന നടത്തുന്ന അവസരത്തിൽ, എല്ലാ കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, എല്ലാവരും കൂടിയിട്ട് ദ്വാരക്കുന്ന ആ ദ്വായി,
ആ ദുആയിൽ അല്ലാഹു തആല ഒരു പ്രത്യേകം ഒരു സ്ഥാനത്തിന് തന്നിട്ടുണ്ട്. എല്ലാ ജനങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ അവസരത്തിൽ ആ സ്ഥലത്ത് ഒരുത്തൻ ഈമാൻ അധികരിച്ച ആളുണ്ടാവും, ഒരു ആൾക്കുള്ള ഈമാൻ കുറഞ്ഞ ആളുണ്ടാവും. ഈ കുറഞ്ഞ ആൾക്കുള്ള ഖൽബിലേക്ക് ഈ അധികം ഈമാനുള്ള ഈ ഒരു ഒരുത്തൻ്റെ ഈമാൻ അത് അങ്ങോട്ട് കടക്കുമെന്നാണ്. അങ്ങനെ കടക്കാൻ സാധ്യമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവരെ സംബന്ധിച്ച് സഹാബത്തുൽ കിറാമിൻ്റെ ആ കാലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായി. അക്സർ അബൂ ഹുറൈറത്ത് കുറെ ഹദീസ് കുറേ ജാസ്തിയായിട്ട് പറയുന്നു. ഇതെന്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത ഹദീസാണോ എന്ന് ആക്ഷേപമുണ്ടായി. ആ ആക്ഷേപമുണ്ട്. നല്ലോണം ശ്രദ്ധ കൊടുക്കണോ, എണിച്ചിട്ട് അപ്പുറം നടന്നെങ്കിലാ വരാം. ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവർ ഈ സ്വഹാബക്കാൾക്കുള്ള സംശയം തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു, ഈ അൻസാരികളെ, ഈ മുഹാജിരികളെ, നിങ്ങളൊക്കെയും പകല് സമയത്ത് കച്ചവടത്തിനും കൃഷിൻ്റെ സ്ഥലത്തേക്കും നിങ്ങൾ പോകുന്നു. ഞാനാണെങ്കിലോ പള്ളക്കൊന്നും കിട്ടാത്ത മനുഷ്യനാണ്. ജോലിയൊന്നുമില്ല, പണിയൊന്നും ഇല്ലാത്ത ആളാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞാൻ എപ്പോഴും ഇരുന്നോട് രാജ്യമാണ്. തങ്ങളെ അടുത്തന്നെ ഇരിക്കും. തങ്ങൾക്ക് എന്തെങ്കിലും ഹദിയ വന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് തരും, അത് ഞാൻ കൊണ്ട് പേര് നടക്കും. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാകുന്നു, ആലിമീങ്ങളെ ഒക്കെ കൂടിയെങ്കിൽ ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. എന്തത് ഒജീനും കിട്ടുന്നു, അതിൻ്റെ മേൾക്ക് എൽമും കിട്ടുന്നു. അപ്പോൾ അബൂ ഹുറൈറത്ത് പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലാത്തത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഞാൻ ഇരുന്നിട്ട് നാള് കഴിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് ഹദീസുകൾ അധികം പാഠമുള്ള ആളാണ് നിങ്ങളെ കാണാം. നിങ്ങളാണെങ്കിലോ കച്ചവടത്തിനും കൃഷിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നവരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഹദീസുകൾ ഇത്ര ജാസ്തി കാണപ്പാടമുണ്ടായത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവരുകൾ പിന്നെന്താ ദൂരത്താക്കണം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഖവാരിഖുൽ ആദത്തായ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പക്കൽ നിന്നിട്ട് എനിക്ക് ഇൽമു കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? ഒരവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് ഞാൻ അന്യായം പറഞ്ഞു, നബിയെ, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് കേട്ട എല്ലാ ഇൽമും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, ഒരു മറവി വന്നു പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറത്ത് പറഞ്ഞു. അപ്പം അബൂ ഹുറൈറത്തിനോട് റസൂലുള്ള പറഞ്ഞ്, നീ ഞാൻ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് ഒരു തുണി വിരിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹുറൈറത്ത് എല്ലാവരുടെ കയ്യിലും ഒരു തുണി ഉണ്ടായിരുന്നു. അബൂ ഹുറൈറത്തിൻ്റെ 2 തുണി ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ ഒരു തുണി പിരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രസംഗം കഴിഞ്ഞതിൻ്റെ ശേഷം അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹുവിനോട് ആ പിരിച്ചതിരിക്കുന്ന തുണിനെ എടുത്തിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് നെഞ്ഞിലേക്ക് വെക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് പറയുന്നു, അതിൻ്റെ ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് ഒരൊറ്റ ലഫ്ദ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മറന്നിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖർഖുൽ ആദത്തായ തനക്ക് ഇൽമു കിട്ടിയത്. ഒന്ന് ആദത്തിൽ, പിന്നൊന്ന് ഖർഖുൽ ആദത്ത്. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഒരു സഞ്ചി എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് കാരക്ക എടുത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അയച്ചിട്ടെന്ത് കഴിയാനക്ക്, എനിക്ക് പസി തീർക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒഞ്ചിനും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ സഞ്ചിയിലേക്ക് ഈ കുറച്ച് കാരക്കനെ തങ്ങൾ ബർക്കത്തിന് വേണ്ടി മന്ത്രിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സഞ്ചിക്ക് ഇട്ടിട്ട് തറന്നു. സഞ്ചി നിറഞ്ഞ് ചീല, ആ ചീലക്ക് ഇട്ടിട്ട് തറന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ ചെയ്തു. ആ കാരക്ക് അതിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു എന്ത് സാധനത്തിനും ആ കാരക്കനെ ഉദ്ദേശിക്കുന്ന അവസരത്തിൽ കൈയിട്ടെങ്കിലും കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാരക്കൻ്റെ സഞ്ചി എത്രയോ കാലമുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരെ ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു സംഗതിയാൽ ആ സഹാബത്തിൻ്റെ പണിയാണത്. സഹാബത്തിൻ്റെ ഇടയിൽ നടന്നത് അത് നമുക്ക് ഇൻക്വയറി ചെയ്യാൻ ആവശ്യമില്ല. ആ സഹാബത്തിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെടുന്ന ഈ ഗൗജിലി ഇതെല്ലാം തിരക്കിൻ്റെ ഇടയിൽ അബൂ ഹുറൈറത്തിൻ്റെ ആ ചീലപ്പ് കട്ടിട്ട് പോയി. ആ അബൂ ഹുറൈറത്തിൻ്റെ സഞ്ചി കട്ടിട്ട് പോയി. അപ്പോഴാണ് മൂപ്പർ പറഞ്ഞത്, ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജുറാബി വഹമ്മുൽ ഉസ്മാനി. രണ്ട് മനുഷ്യർക്ക് എല്ലാവർക്കും രണ്ട് ഹമ്മാണ്. ഒരു ഹമ്മാണ് എന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തിയ ഒരു ബേജാറ്. ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി, എനിക്ക് രണ്ട് ഹമ്മുൽ ജിറാബി ഹമ്മുൽ ഷെയ്ഖ് ഉസ്മാനി. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊന്ന ആ വിഷയത്തിൻ്റെ ബേജാറ്, പിന്നൊന്ന് എൻ്റെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തന്നതിരിക്കുന്ന കാരക്കൻ്റെ സഞ്ചി പോയത് കൊണ്ട് ബേജാറ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് പല ജാതി ഇൽമുകളും മൂപ്പർ പഠിച്ചു. അതാണ് മൂപ്പർ ആ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഇൽമിൽ നിന്നിട്ട് ഏതെങ്കിലും മൂപ്പർ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് കേട്ടതിരിക്കുന്ന ഇൽമ് നിങ്ങളോട് ഒരംശം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മറ്റംശത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഹൽക്കിനെ മുറിക്കുമായിരുന്നു. ശരീഅത്തിൻ്റെ എത്രയായ ഇൽമാണത്. അങ്ങനത്തെ ഇൽമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെക്കുന്ന ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു. അപ്പോൾ സഹോദരന്മാർ, അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ദ്വാരന്നത് പടച്ചനെ ഹിജ്റ 70-ാം കൊല്ലത്തിൽ എൻ്റെ ആദ്യത്തിൽ തന്നെ എന്നെ നീ മരിപ്പിക്കണമെന്ന് ദ്വാരക്കാൻ പാടില്ലല്ലോ.
ഹിജ്റ 60-ാം കൊല്ലത്തിൻ്റെ തലക്കൻ എന്നെ മരിപ്പിക്കണമെന്ന്. എന്ത് ദ്വാരക്കും പാടില്ല, മരിക്കാൻ വേണ്ടി ദ്വാരക്കും കഴിയായിരുന്നു. അങ്ങനെ ദ്വാരക്കുന്നുണ്ട്, പടച്ചവനെ ഹയാത്ത് ഹൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണം, മൗത്ത് ഹൈറാണെങ്കിൽ എന്നെ മരിപ്പിക്കണം എന്ന് ദ്വാരക്കണം. അല്ലാണ്ട് ദ്വാരപ്പ് ഹിജ്റ 60-ൻ്റെ തലക്ക് മരിപ്പിക്കണമെന്ന് ദ്വാരക്കാൻ പാടില്ല. അത് ദ്വാരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് സുകാര്യമായിരിക്കുന്ന ഇൽമാണ്. അപ്പോൾ അങ്ങനത്തെ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു പല ഇൽമും പഠിച്ചിട്ട് എങ്ങനെ അറിയാത്ത നിലക്കുള്ള ഇൽമു, അത് ഒരു കൂട്ടുപ്രാർത്ഥനയിൽ അത് വരുന്നുണ്ട്. അറിയാത്ത നിലക്ക് നമ്മൾക്കുള്ള ഒരു ഇൽമു, ഒരു ഈമാൻ അധികരിച്ചതിരിക്കുന്ന കൂട്ടർക്കുള്ള ഈമാൻ ആ കുറഞ്ഞതിരിക്കുന്ന ഈമാനുകാരായ ഖൽബിൻ്റെ ഉള്ളിലേക്ക് കടക്കും. ഏതുപോലെ ഞാനൊരു ഹദീസിനെ ഞാൻ പറഞ്ഞിട്ട് മതിയാക്കുന്നു, നിങ്ങൾക്ക് കേൾക്കും. വലിയ സുവാദല്ല ഈ തൊണ്ടന്മാരെ ഈ പ്രസംഗം കേൾക്കും. അതിനെല്ലാം ബാല്യക്കാർ ഞമ്മ പറയുന്നത് എന്തെങ്കിലും തിരിഞ്ഞു പോട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചമ്മയും വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ക്ഷീണമാണ്. എന്നാലും മനസ്സിലാക്കി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ പോയിട്ട് യുദ്ധത്തിൽ ജയിച്ചല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ ജയിച്ചു. ആ ജയിച്ച അവസരത്തിൽ അവിടെ നിന്ന് വെച്ചിട്ട് റസൂലുള്ളാഹി ജയിച്ചിട്ട് മദീനത്ത് വന്നപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ നജിദിൻ്റെ ഭാഗത്തിൽ കൊണ്ട് സമാമ എന്ന് പറയുന്ന സ്ഥലത്തിൽ കൂടിയിട്ട് നിങ്ങൾ ഒരാളിങ്ങനെ നടക്കുന്നു, അങ്ങോട്ട് പോകുന്നു, അയാളെ പിടിച്ചിട്ട് കൊണ്ടിരിങ്ങോട്ട്. അങ്ങനെ ഈ സുമാമ എന്ന് പറയുന്ന ആളെ ഇവർ പിടിച്ചോണ്ട് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഇയാളെ നിങ്ങൾ ഈ പള്ളിൻ്റെ കുന്തത്തിലേക്ക് കെട്ടിയിട്ടുണ്ടോ? അങ്ങനെ അയാളെ കെട്ടിച്ചിട്ടു. ഇട്ടതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ്, യാ ഉമാമ, ഉമാമ നിന്റെ സ്ഥിതി എന്ത്? അപ്പോൾ ഉമാമ പറഞ്ഞത്, നജിദുകാരൻ എന്തില്ല, വാഹത്തിൽ തന്നെ മാത്രം എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലാം, വിട്ടയക്കുന്നെങ്കിൽ വിട്ടയക്കാം. അതല്ല നിങ്ങൾ പൈസ വേണമെങ്കിൽ നജിദിലേക്ക് നിങ്ങൾ ആളയച്ചോളി, എത്ര പേരും ചാക്കക്കണക്കിന് പൈസ വരും, അങ്ങനെ ചെയ്യാം. റസൂലുള്ളാഹി മുണ്ടാണ്ട് ചെയ്ത പോയി. പിന്നെയും ഇയാൾ പിറ്റേ ദിവസം വന്നിട്ട് റസൂലുള്ളാഹി കേട്ടു, യാ ഉമാമ എന്താ നിന്റെ ഹാൽ എന്ത്? ഇന്നലെ പറഞ്ഞ തന്നെ, ഞാനത് വീക്ക്നെസ് ആയിട്ടില്ല, എന്നെ കൊല്ലുന്നും കൊല്ല, വിട്ടയക്കും വിട്ട്, പൈസ വേണം പൈസ എടുക്കാം, ഏത് വേണം എന്ന് 3 ദിവസം പറഞ്ഞതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തിനോട് പറഞ്ഞ്, അയാളെ കെട്ടയച്ചിട്ട് പിടി എന്ന് പറയുന്ന അവസരത്തിൽ സഹാബത്ത് ഇയാളെ കെട്ടയച്ചിട്ട് വിട്ട് കുന്തത്ത് നിന്നിട്ട്, ആ സമയത്ത് ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് എന്താണ്? യാ റസൂലല്ലാഹ്, എനിക്ക് മുഖത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെടക്കായ മുഖമായിട്ട്, ചൊടിയുള്ള മുഖമായിട്ട് കണ്ടത് നിങ്ങളുടെ മുഖമാണ്. അങ്ങനത്തെ മുഖം ഇന്നത്തെ ഈ ദിവസത്തിൽ എൻ്റെ മുഖം അത് ഖൽബ് പകർച്ചയായിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ആ മുഖത്തിന് കാണാൻ വലിയ പിരിശമുള്ള മുഖം വേറെ ലോകത്തിലില്ല. പിന്നെയും ഇയാൾ പറയുന്നു, നബിയെ തങ്ങൾക്കുള്ള ദീനിൽ വെച്ചിട്ട് ഏറ്റവും ചൊടിയുള്ളതിരിക്കുന്നത് ദീനുണ്ടെങ്കിൽ അത് തങ്ങൾക്കുള്ള ദീനാണ്. ഇപ്പോൾ എൻ്റെ ദീന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായ ദീനാണ്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി
നബിയെ എനിക്ക് നാടിൽ വെച്ചിട്ട് ഏറ്റവും ചൊടിയുള്ള നാട് മദീനമെന്ന് പറയുന്ന നാടാണ്. ആ മദീനമെന്ന് പറയുന്ന നാട്ടിൽ ഞാൻ ഇനി അത് ഇപ്പം വലിയ പിരിശമുള്ള നാടായിട്ട് തീർന്നു. ഈ നാട്ടിൽ നിന്നിട്ട് ഞാൻ പോകുന്നത് വിഷയം തന്നെയില്ല നബിയേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ആക്കി അയാൾ ഉപദേശം പറഞ്ഞോ? ഇല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഹൃദയത്തിൻ്റെ ആ ഈമാൻ, ആ പ്രകാശം അദ്ദേഹത്തിൻ്റെ ഖൽബിലേക്ക് നടന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കൈ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്. അപ്പം അതുകൊണ്ട് ബഹുമാനികളെ, അപ്പം റസൂലുള്ള വേറെന്തോ ആക്കിയിട്ടില്ല അയാളെ. അപ്പോൾ ഈമാൻ റസൂലുള്ളാഹിന്റെ ഈ ഖൽബിലുള്ളത് അവൻ്റെ ഖൽബിലേക്ക് കടന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിമായത്. അതുപോലെ നമ്മൾക്കുള്ള ഈ കൂട്ടുപ്രാർത്ഥനയിൽ നമ്മൾക്ക് എന്ത് ആകാൻ സാധിക്കും? നമ്മൾ ഏത് സമയത്തിലും പ്രാർത്ഥന നടത്തണം. ആ നടത്തുന്ന അവസരത്തിൽ ഈ ഈമാൻ കുറവുള്ള ഖൽബിൻ്റെ ഈമാനിലേക്ക് ഖൽബ് ജാസ്തിയിലുള്ള ഈമാൻ കടന്നു പോകും. ഖർഖുല്ലാദത്തായ നിലക്ക് ഊറത്തിരിക്കലും കിട്ടില്ലേ? അല്ലെന്ന് പറഞ്ഞത് തെറ്റുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന ഏത് സമയത്തും, വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലും എല്ലാം ആ മഖ്ബറിന്റെ അടുത്ത് പോയിട്ട് ഹുനാലിക ദാ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിക്ക് റിസ്ക് കൊടുത്ത ആ ജാഗയിൽ അവിടെ നിന്നിട്ടാണ് ദ്വാരുന്നത്. എനിക്ക് കിടാവിന് കൊടുത്തു. അപ്പൊ അങ്ങനത്തെ ഒന്നാണ് ഔലിയാക്കൾ. ഈ പുതിയ ആശയക്കാർ സലഫികൾക്കൊന്നും അത് മനസ്സിലായിട്ടില്ല. ഈ ഹദീസൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ. ബുഖാരിയും മറ്റും ഹദീസിന്റെ കിതാബിൽ നോക്കിയിട്ട് അത് ബുഖാരിയിലുണ്ടോ എന്നിട്ട് അവരൊന്ന് രണ്ട് പാർട്ടി. ബുഖാരിയിലും ചില ഹദീസ് ദഈഫുണ്ട്, മുഅ്തമദുണ്ട് എന്നും അവരും രണ്ട് അഭിപ്രായമായിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാർ, ഇതിൽ നിന്നിട്ട് നമുക്ക് എൻ്റെ ഈ വാക്കിൻ്റെ ഖുലാസ, അതിൻ്റെ ചുരുക്കം എന്തെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുള്ള സ്ഥലത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് നിങ്ങളോട് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ നല്ല പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ദ്വാരക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യൻ്റെ ഖൽബും അവിടെ എന്താകും? പടച്ചോനെ, ഈ ഞാൻ ഒന്നിനും കൊള്ളാത്തതിരിക്കുന്ന ഞാൻ ഈ വലിയൻ്റെ മുന്നിൽ വന്നിച്ചിട്ട് ഞാൻ ദ്വാരക്കുന്നു. ഈ ദ്വാരക്കുന്ന ഈ മൊയ്താറ് ദ്വാരക്കുമ്പോൾ ഞങ്ങൾ ആമീൻ ചെല്ലുന്നു. അത് രണ്ടും മൊയ്താറ് ആമീൻ ചെല്ലലും ദ്വായാണ്, നിങ്ങൾ ആമീൻ ചെല്ലലും ദ്വായാണ്, മൊയ്താറ് ദ്വാരക്കുന്ന ദ്വായും ദ്വായാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ദ്വാരന്നു, ഹാറൂൻ നബി അലൈഹിസ്സലാം ദ്വാന ആമീൻ ചൊല്ലി. ആ രണ്ടിലേക്കും അള്ളാഹു പേർ വെച്ചത് എന്തെന്ന്? ഫഖദ് ഉജീബ ദഅവകുമാ, നിങ്ങൾ രണ്ടാളെ ദ്വാന കബൂൽ ചെയ്തു. അപ്പം ആമീൻ എന്നുള്ളതും ദ്വായാണ്, ദ്വാരക്കുന്ന അൽഫാദുകളും ദ്വായ തന്നെയാണ്. അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന നിങ്ങൾ നടത്തിക്കൊണ്ട് വേണം. ഇന്ന് ഈ സലഫികൾ പറയും പോലെ അങ്ങനെ സംഗതിയല്ല. ഇത് ഈ ആയത്ത് അവർ നോക്കുന്നു. സലഫികൾ ഈ ആയത്ത് നോക്കിയിട്ടില്ലേ? ഖുർആനിൽ പറഞ്ഞതല്ലേ, സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിന്റെ മുന്നിൽ വെച്ചിട്ട് ദ്വാരന്നു. ആ ദ്വാക്ക് ഉത്തരം ചെയ്തു. അപ്പം അങ്ങനത്തെ ദ്വായിൽ അല്ലാഹു തആല എല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇത്രയും പറഞ്ഞും കൊണ്ട് എൻ്റെ ഈ പ്രസംഗത്തിന്, എൻ്റെ പ്രസംഗമല്ല, ഒരു വാക്ക്, 4 വാക്ക് പറഞ്ഞ ഈ വാക്കിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രമല്ല, നമ്മൾക്കുള്ള ഖൽബിലുള്ള ഈ വിശ്വാസത്തിന് നിങ്ങൾക്കുള്ള ഖൽബിലേക്കും അല്ലാഹു അതിനെ നിറച്ചു തരുമാറാകട്ടെ.
അതിൽ എന്തൊരു സംശയം വരുന്നതിന് തൊട്ട് അല്ലാഹു തആല കാത്ത് രക്ഷമാക്കുമാറാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, ഞാനൊരു ചെറിയ ഒരു ദ്വാരന്നിട്ട് എൻ്റെ ഞാൻ കുറേ ദൂരത്തു നിന്ന് വന്നത്, എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇവിടുന്ന് ഫോൺ ആക്കിയ ആളോട് ഞാൻ വന്നില്ലെങ്കിലും ആവേലെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ആരെന്നറിയില്ല, അയാൾ പറഞ്ഞ് അതെല്ലാം നിങ്ങൾ വന്നിട്ടേ വേണോ അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും എൻ്റെ ബാപ്പ പണ്ടെന്ന് പിന്നെ വന്നിട്ട് ഇവിടെ പ്രവർത്തിച്ച ആളായത് കൊണ്ടിട്ടും ആ ഒരു പൊരുത്തത്തിന് ഞാൻ വേണ്ടിയിട്ട് നിങ്ങളോട് അതിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടുമാണ് ഞാൻ വന്നത്. എൻ്റെ ഉപ്പാനെ അറിയുന്നവർക്ക് അറിയുള്ളൂ, അറിയാത്തവർക്ക് അറിയില്ല. അറിയാത്തവർക്ക് നമുക്കെല്ലാം മുഹമ്മദ് ഹാജി, അബൂക്കർ ഹാജി, സുബാൻ ഹാജി, എല്ലാവരും ഹാജി മൊയ്താറൊന്നും ഒരു മനുഷ്യൻ ചെന്നില്ല. എനിക്ക് വലിയ ആശ, ആരെങ്കിലും മൊയ്താർ അബൂക്കർ ഹാജി, അബൂക്കർ മൊയ്താർ എന്ന് പറയട്ടെ, എനിക്ക് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് എന്നത് അബൂക്കർ ഹാജി അല്ലേ, അത് നിങ്ങൾ വിളിക്കുന്നത് അബൂക്കർ ഹാജി. അത് എന്ത് കാരണം? ഞാനാണെങ്കിലോ 17ാമത്തെ വയസ്സിൽ ഹജ്ജ് യാത്ര ചെയ്തിട്ട് വന്ന ആളാണ്. ആ 17ാമത്തെ ആ വയസ്സിൽ ഹജ്ജ് ചെയ്തിട്ട് വന്നത് കൊണ്ട് എനിക്ക് എല്ലാവരും കിടാക്കളും കുട്ടികളും ആചാരം ഇപ്പൊ അബൂക്കർ ഹാജി തന്നെ ഇപ്പം. അങ്ങനെ എനിക്ക് ഹാജിന്ന് പേര് വിട്ടു. പിന്നെ എല്ലാവരും ബാപ്പയും പോയത് ചെറുപ്പത്തിലാണ്. ആയെങ്കിലും എൻ്റെ അത്ര ചെറുപ്പത്തിലല്ല, ഞാൻ 17ാമത്തെ വയസ്സിലാണ് ഹജ്ജ് യാത്ര ചെയ്തത്. 62ാമത്തെ ഇസ്വിലാണ് ഞാൻ ഹജ്ജിന് യാത്ര പോയത്. അത് ആ ഹജ്ജിന് അല്ലാഹു തആല മഖ്ബൂൽ മഖ്ബൂലായ ഹജ്ജ് ഉംറ ആക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് എന്നെ എല്ലാവരും വിളിക്കുക ആസ, എനിക്ക് ആസ എനി വിളിക്കുക കഴിയലത് പബ്ലിക്കായിട്ടായത് അബൂക്കർ ഹാജി. അങ്ങനെ അതുകൊണ്ടിട്ട് ഞാൻ നിങ്ങളോട് ദ്വാരക്കുന്നൊരു ചെറിയ ഒരു അർഹമുർ റഹീമീനായ രാജസയ്യിദായ സമുദായം ആ മുസാഫത്ത് ചെയ്യണോ, ചെയ്തെങ്കിൽ കൂറണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ളത് എന്തെങ്കിലും സദഖ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് കൂലിയുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ പള്ളിൻ്റെയും ഈ മഖ്ബറൻ്റെയും ഈ മദ്രസയും ഒക്കെ നടക്കുന്ന ഈ വിഷയത്തിൽ നല്ല നിയത്തോടുകൂടെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂലി കിട്ടുന്നതിൽ യാതൊരു സംശയം തന്നെ ഇല്ല. സംശയം ഉണ്ടാ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു പിന്നെ സംഭാവന കഴിയുന്നവർക്ക് ഈ പെണ്ണുങ്ങളും കിടാക്കളിൽ കൊടുത്തയച്ചെങ്കിലാവും. ആ പൈസനെ എടുത്തിട്ട് ഇവിടെ ഒരുമിച്ച് ഞാൻ കീസിലിടുന്നവനല്ല, ഇവിടെ തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്ന് മാത്രമല്ല ആ പൈസ കൊണ്ടിട്ട് വരുത്തി അതോടുകൂടെ മുസാഫഹത്ത് ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല. കണ്ടുമുട്ടിയ അവസരത്തിൽ മുസാഫഹത്ത് ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ കാലമായിട്ടുണ്ടെങ്കിലും മുസാഫഹത്ത് മാത്രമല്ല അടച്ചു കൂട്ടിയിട്ടും ചെയ്യണമെന്നും ആനക്കത്തും കൂടി സുന്നത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോൾ ആനക്കത്തോട് ചെയ്തെങ്കിൽ സ്റ്റേജിൽ താഴെ വീണു പോകും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പാത്രം വെച്ചിട്ട് അത് നീ കൊടുത്തിട്ട് റെഡി ആവണ്ട. ഞാൻ നിൽക്ക എല്ലാവരും കൂടിയിട്ട് ഒരു സാഫയത്ത് ചെയ്യണമെന്ന് പൈസ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അടച്ചാനെ ബഹുമാനികളെ എല്ലാവരും സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരിക. മൂടുമിത്ര ഖാദി മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ കൂടിയാണ്. ദുആക്കെല്ലാം ഇജാബത്തുള്ളതായ ഒരു വലിയും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും അദ്ദേഹത്തിനെ കൈപിടിച്ച് മുശാഫത്ത് ചെയ്ത് ദ്വാരപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല
അദ്ദേഹത്തിന് ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും മുറാദും അള്ളാഹു ഹാസാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ദുആഇന് നേതൃത്വം നൽകുകയാണ്. മേൽഭാഗത്തും മറ്റും ഉള്ളവർ ഈ മഹത്തായ മജ്ലിസിൽ കടന്നു വരണം. റഹ്മാനി ഉസ്താദിൻ്റെ പ്രഭാഷണം നമുക്കെയും കാത്തുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് എല്ലാവരും സദസ്സിൽ കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 പ്രിയപ്പെട്ടവരെ, മുസാഫഹത്ത് ചെയ്തു പോകുന്ന എല്ലാവരും ആ മുമ്പിലുള്ള സീറ്റിൽ തന്നെ ഇരിക്കണം. ബാക്കിൽ വന്നിട്ട് കുറേ ആൾ മടങ്ങിപ്പോകുന്ന സ്ഥലമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുമ്പിൽ ഒരുപാട് കസാല കാലിയിട്ടത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ സദസ്സിൻ്റെ ഭംഗിയും അന്തസ്സും ഇൽമിൻ്റെ മജ്ലിസുമായതുകൊണ്ട് എല്ലാവരും നാം പോകുന്നവരൊക്കെയും സദസ്സിൻ്റെ മുമ്പാകത്ത് തന്നെ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ചിട്ടും ഉസ്താദ് അവറുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മഹത്തായ സംരംഭം നടത്തുമ്പോൾ വളരെ പാവപ്പെട്ടവർ നമ്മോടൊപ്പം സഹകരിച്ചവരുണ്ട്, ക്യാഷ് തന്നവരുണ്ട്, ഒരുപാട് ദിവസങ്ങൾ ഇവിടെ വന്ന് കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്തവരുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ രാത്രി മുഴുവനും കഠിനാധ്വാനം ചെയ്തവരുണ്ട്. പ്രത്യേകിച്ചിട്ടും ഈ മഹത്തായ പരിപാടിയെ ഓൺലൈനിലൂടെ ലോകം ദർശിക്കാൻ അവസരമുണ്ടാക്കുന്ന വിധം അതിൻ്റെ എല്ലാവിധ സഹകരണവും നമ്മുടെ നാട്ടിലുള്ള ഗൾഫ് സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ഈ മഹത്തായ മജ്ലിസുമായി കടപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ദുആ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോയി മജ്ലിസിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ചു നമ്മോടൊപ്പം സഹകരിച്ചു വന്ന MK അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്, നമ്മുടെ തൊട്ടടുത്ത നാടായ അർഖാണയിലെ ഖത്തീബ് ഉസ്താദാണ്. ഈ ജമാഅത്തിന് വേണ്ടി ഹൃദ്യമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. നമ്മോട് നാം ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന യുവവാഗ്മിയും ഒരു പണ്ഡിതപുത്രനും വലിയൊരു ഉസ്താദിൻ്റെ മകനും കൂടിയായ അഷ്റഫ് റഹ്മാനി ചൗക്കി നമ്മോട് വളരെ ആവേശത്തോടെ അർത്ഥഗാംഭീര്യമുള്ള സ്വർഗം നമ്മെ മാടി വിളിക്കുന്നു എന്ന വിഷയത്തിൽ പ്രസംഗിക്കുന്നു. എല്ലാവരും സഹകരിക്കണം. സമയം കുറേ
മുന്നത്തെ കാലത്ത് അത് പറയുമ്പോൾ 3 മണിയല്ലാന്ന്. ഇപ്പം മാത്രം ഒരു ദിവസത്തിൽ 5 ആൾ. മുന്നേ ഉപ്പാല പറയുന്ന സമയത്ത് 2 ആഴ്ച, ഒരു മംഗലാപുരത്ത് 1 മാസം വരെ മധ്യാവാണ്ട് 40 ദിവസമായിരിക്കും. അത്രത്തോളം അത് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസത്തിൽ 5 ആൾ. അങ്ങനത്തെ ഈ കാലമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും നല്ല മനസ്സിരുത്തിയിട്ട് മനസ്സ് വെച്ചിട്ട് ദ്വാരപ്പിക്കണം, ദ്വാരക്കണം. ആമീൻ ചൊല്ലണം. ഇതുവരെ നമ്മൾ കാസർഗോഡ് പോകുന്ന ബസ്സിലിരുന്നിട്ട് പഠിച്ചോനെ നീ മംഗലാപുരത്തേക്ക് എത്തിക്കണമെന്ന് വരുന്ന ദ്വാരക്ക് ആ ദ്വാരല്ല സ്വീകരിക്കുക. മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സിലിരുന്നിട്ട് പഠിച്ചോനെ നീ മംഗലാപുരത്തേക്ക് എന്നും മഷക്കത്തും ബുദ്ധിമുട്ടില്ലാണ്ട് നീ എത്തിക്കോളും ദ്വാര. ആ ദ്വാരക്ക് ഉത്തരം ഇത് ആക്കിയത് തന്നെ കുരുത്തേക്കേട്. അങ്ങനെ ആക്കാൻ വയ്യ. അതുകൊണ്ട് അള്ളാഹുവിനോട് നല്ല ഹൃദയം തുറന്നിട്ട് ദ്വാരക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ സമതായ തമ്പുരാനെ, നമ്മൾക്കുള്ള ഈ കഴിയുന്ന കൂട്ടർ കുറച്ച് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ സംഭാവനനെ അവർ എന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നീ അതിനെ അറിയുന്നവനാണ്. അവർക്കുള്ള ഖൽബിൻ്റെ ഉള്ളിൽ, ആ ഖൽബിൻ്റെ ഉള്ളിലുള്ളതിനെ നീ അറിയുന്നത് കൊണ്ട് നീ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മൾക്ക് എല്ലാവർക്കും നീ പൂർത്തിയാക്കി നന്നാക്കി തരണേ തമ്പുരാനെ. നമ്മൾക്കുള്ള എല്ലാ മഷക്കത്ത് ബുദ്ധിമുട്ടുകളെ നീ നീക്കണേ തമ്പുരാനെ. ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന അവസരത്തിൽ ഞങ്ങളെ ബുദ്ധിമുട്ടാക്കല്ലേ തമ്പുരാനെ. നമ്മൾ എന്തെങ്കിലും ഇടങ്ങേറായിട്ട് കൈകാലിൽ വീണിട്ട് നിരങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ എല്ലാം പറയും നീ ആക്കല്ല തമ്പുരാനെ, ആക്കല്ല തമ്പുരാനെ. നമ്മൾക്കുള്ളതിരിക്കുന്ന ഉമ്മവാപ്പന്മാർക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ തമ്പുരാൻ. ഉമ്മമാർ എന്ന് പറയുന്ന കൂട്ടർ ഞങ്ങൾക്കുള്ള മല തന്നിട്ട് രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് എണിച്ചിട്ട് ഇരുന്നിട്ട് മല തന്ന് കിടന്നവിടേക്ക് മല കൊടുത്തെങ്കിൽ തരിപ്പിലേക്ക് പോകുന്നു പേടിച്ചിട്ട് നിങ്ങൾക്കുള്ള ഉമ്മമാർ എണിച്ചിട്ട് ഇരുന്നിട്ടും കൂടി രാത്രി ഉറങ്ങിച്ചിട്ട് മല തന്ന ഉമ്മമാർക്ക് നീ കരുണ ചെയ്യണേ തമ്പുരാൻ. ഞങ്ങൾക്കുള്ള വാപ്പന്മാർ എത്രയോ ബുദ്ധിമുട്ടോടുകൂടെ സഹിച്ചിട്ട് എത്രയോ ബുദ്ധിമുട്ടോടുകൂടെ ഞങ്ങളെ പോറ്റി വളർത്തിയ വാപ്പന്മാരാണ് തമ്പുരാൻ. അവർക്കും നീ കരുണ ചെയ്യണേ തമ്പുരാൻ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ട കൂട്ടറാണെങ്കിൽ അവർക്കുള്ള ഖബറിനെ സുവർഗത്തിൻ്റെ തോപ്പാക്കണേ തമ്പുരാൻ. ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ള റൂഹിനെ പോറ്റി വളർത്തിയതിരിക്കുന്ന ഉസ്താദന്മാരെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ, കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കുള്ള ഉമ്മവാപ്പന്മാർ പോറ്റിയതിരിക്കുന്ന സ്ഥലത്തിനെ ആ ജാഗിനെ ഖബറിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം നശിച്ചു പോകുന്നു. ആ ഉസ്താദന്മാർ പോറ്റി വളർത്തിയിരിക്കുന്ന ആ ശരീരത്തിലേക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് തമ്പുരാൻ. അങ്ങനത്തെ ആ റൂഹിനെ പോറ്റി വളർത്തി ഉസ്താദന്മാർക്ക് നീ കരുണ ചെയ്യണേ തമ്പുരാൻ. അവരിൽ നിന്നിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് ചെയ്യണേ തമ്പുരാൻ. തീർച്ചയായിട്ടും കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, പക്ഷപാതം, ഹാർട്ട് പേര്, പിരാന്ത്, ക്ഷയരോഗം, അപസ്മാരം, മധുരമുദ്ര, ക്യാൻസർ, അതുപോലെ എയ്ഡ്സ് പോലത്തെ രോഗത്തിന് തൊട്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാന്, നീ കാത്തു രക്ഷിക്കണേ തമ്പുരാന്. അതുപോലെ തന്നെ ഇവിടെ ചില കൂട്ടർ തരുകയും ചില കൂട്ടർ കയ്യിലില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടുന്നത്ര മുതൽ നീ കൊടുക്കണേ തമ്പുരാന്. അതിന് നിന്റെ ഹക്കായ ബൈയിലേക്ക് ചിലവ് ചെയ്യാനുള്ള തൗഫീഖിനെ നീ കൊടുക്കണേ തമ്പുരാന്. നമ്മൾക്കുള്ള മരണപ്പെട്ട എല്ലാ ഓരോരുത്തർക്കുള്ള ഖബറിനെ നന്നാക്കി തീർക്കണേ തമ്പുരാന്. ഇത്തരം ദ്വാരന്ന് ഇതിൻ്റെ എല്ലാ ഓരോരുത്തരുടെ ഉള്ളിലുള്ളതിനെ നീ ഖബൂൽ ചെയ്യുമെന്നുള്ളത്. ഞങ്ങൾക്കുള്ള ഈ കൈ എന്ന് പറയുന്നത് ദോഷിയായ കൈയാണ് തമ്പുരാന്. റഹ്മത്തിൻ്റെ കൈയല്ല, നല്ല കൈയല്ലാത്ത ആ കൈനെ നിന്നെക്കൊള്ള ഉയർത്താൻ ഞങ്ങൾക്ക് നാണക്കേടാകുന്ന റബ്ബേ. എങ്കിലും നീ അർഹമുർ റഹീമീനായ നിന്നോട് ഞങ്ങൾ ഈ കൈനെ ഉയർത്തിട്ട് നിന്നോട് ചോദിക്കുന്നു, ആ കൈനെ നീ നമ്മുടെ കൈനെ വെറുതെയായിട്ട് മടക്കല്ല തമ്പുരാനെ. റഹ്മത്തിക യാ റഹ്മർ റഹീം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നിങ്ങളോട് എൻ്റെ സ്നേഹിതനായ, അല്ലാണ്ട് കുറച്ച് ബന്ധവുമുണ്ട്, പെങ്കെട്ട് മുസാഹറത്ത് ബന്ധം. ആ ബന്ധത്തിൻ്റെ ആൾക്കുള്ള മകനാണ് ഈ റഹ്മാനിയ. എന്തെന്ന് അഷ്റഫ് റഹ്മാനി എന്ന് പറയുന്നത്. പേര് മറന്നു ഇപ്പോൾ. കെപ്പും പൈനി എനിക്ക് ഓർമ്മ ആകുന്നില്ല. അങ്ങനത്തെ അയാൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന നിലക്ക് ഉറുതി പറഞ്ഞു തരും. ഞങ്ങൾ സമയം നമ്മൾ പറഞ്ഞത് കുറച്ച് ജാസ്തിയായിപ്പോയി, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാപ്പ് ആക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കിന് ഞാൻ നിർത്തുന്നു. നിങ്ങൾ അയാൾക്കുള്ള അവ്വൽ മുതൽ ആഖിർ വരെ കേട്ടിട്ട് നിങ്ങളവിടുന്ന് പോയിട്ട് ദ്വാരത്ത് പാദരജാവിലുള്ള ദ്വാ അല്ലാഹു കബൂൽ ചെയ്യും. അങ്ങനത്തെ ആ ദ്വാക്ക് എല്ലാവരും ആമീൻ ചൊല്ലി നിങ്ങൾ പോകണമെന്ന് നിങ്ങളോട് പ്രത്യേകം ഉണർത്തിക്കൊള്ളുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يا شيء يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز. وجعلني من لدنك سلطانا نصيرا وقد جاء الحق وزهق الباطل إن الباطل كان زهوقا وننزل من القرآن ما നമുക്ക് നല്ലൊരു ദുആ ചെയ്ത് നമ്മെ നന്മക്ക് പാതയൊരുക്കാൻ ദുആ ചെയ്ത് തന്ന ഉസ്താദവർകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാരാകട്ടെ. അവിടുത്തെ തണൽ ദീർഘകാലം ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഉസ്താദിന് എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. സമയം വൈകിയതുകൊണ്ട് അർക്കാൻ ഉസ്താദ് നമുക്ക് 2 വാക്ക് പറഞ്ഞപ്പോൾ സമയം വൈകിയതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഉസ്താദിനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മോട് ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫ് റഹ്മാനി ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവറുകളെ സർവാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലേക്ക് എത്തിയ നമ്മുടെ തലക്കി ജമാഅത്തിലെ ഖതീബ് ഉസ്താദും കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഉസ്താദ് അവറുകൾക്കും സ്വാഗതം രേഖപ്പെടുത്തി ഉസ്താദ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين.